കർണാടകയിലെ കുടകിൽ കഴിഞ്ഞ മാർച്ചിലുണ്ടായ കൂട്ടക്കുരുതി ആ നാടിനെ മുഴുവൻ നടുക്കിയ സംഭവമാണ്. വയനാട് സ്വദേശിയായ യുവാവ് ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് നടത്തിയ കൂട്ടക്കൊലപാതകം. ഭാര്യയും ഭാര്യയുടെ മുൻ ബന്ധത്തിലെ മകളെയും അവരുടെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും വെട്ടിക്കൊന്ന കേസിൽ പ്രതിക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വയനാട് സ്വദേശി ഗിരീഷിനാണ് വിരാജ്പേട്ട ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ മാർച്ച് 27-നായിരുന്നു കർണാടകയാകെ നടക്കിയ കൊലപാതകം. പ്രതി ഒരു മലയാളി യുവാവ്. കുടക് പൊന്നമ്പേട്ട് താലൂക്കിലെ ഗോത്രവർഗ കോളനിയിൽ താമസിച്ചു വന്ന കുടുംബത്തിലെ 4 പേരെയാണ് വയനാട് തലപ്പുഴ അത്തിമല ഉന്നതിയിലെ ഗിരീഷ് കൊലപ്പെടുത്തിയത്. ഭാര്യ നാഗി, നാഗിയുടെ 5 വയസ്സുള്ള മകൾ കാവേരി, നാഗിയുടെ അമ്മ ജയയുടെ മാതാപിതാക്കളായ കരിയ, ഗൗരി എന്നിവരെ ഗിരീഷ് കൊലപ്പെടുത്തിയ വിവരം തൊട്ടടുത്ത ദിവസമാണ് പുറംലോകമറിഞ്ഞത്. നാഗി മുൻ ഭർത്താവ് സുബ്രഹ്മണ്യനുമായി ബന്ധം തുടരുന്നെന്നാരോപിച്ച് മദ്യപനായ ഗിരീഷ് ദിവസവും വഴക്കിടാറുണ്ടായിരുന്നു. ഇതാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലയ്ക്ക് ശേഷം സമീപത്തെ തോട്ടത്തിലൊളിച്ച ഗിരീഷ് പുലർച്ചെ ഒരു ഓട്ടോറിക്ഷയിൽ വിരാജ്പേട്ടിലെത്തി അവിടെ നിന്ന് ബസ്സിൽ കേരളത്തിലേക്ക് കടന്നു. ബാർബർ ഷോപ്പിലെത്തി മുടി പറ്റേ മുറിച്ച് രൂപമാറ്റം വരുത്തിയ ഗിരീഷിനെ തലപ്പുഴയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പൊന്നമ്പേട്ട് പോലീസാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൊലപാതകം നടന്ന് 8.5 മാസത്തിനകം അതിവേഗം വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചു. വിരാജ്പേട്ട ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എസ് നടരാജാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ യാസിൻ അഹമ്മദ് ഹാജരായി. ന്യൂസ് 18 ബംഗളൂരു.